ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജർമ്മൻ സ്കൂൾ ഓഫ് ജോഗ്രഫിക്കൽ തോട്ടാണ്. അപ്പം ജോഗ്രഫിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജോഗ്രഫിയുടെ എൻറ്റയർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെ മാറ്റാൻ സഹായിച്ച കോൺട്രിബ്യൂഷൻസ് ആണ് ജർമ്മൻ ജോഗ്രഫേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നേച്ചറിൽ നിന്നും വളരെ സയൻറ്റിഫിക് ആയിട്ട് ജോഗ്രഫിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ജർമ്മൻ ജോഗ്രഫേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ്. അപ്പം എൻറ്റയർ ആയിട്ടുള്ള ഈ ജർമ്മൻ ജോഗ്രഫിയെ നമുക്ക് 3 ടൈം പീരീഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം പ്രീ ക്ലാസിക്കൽ പീരീഡ്, ക്ലാസിക്കൽ പീരീഡ്, പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡ്. ഓക്കെ, അപ്പം ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുമ്പം ജോഗ്രഫിക്കകത്ത് വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലാസിക്കൽ പീരീഡിനകത്തെ പ്രധാനപ്പെട്ട 2 കോൺട്രിബ്യൂട്ടേഴ്സാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടും അതുപോലെ തന്നെ റിട്ടറും. ഓക്കെ, അപ്പം കോൾ റിട്ടറും അലക്സാണ്ടർ വോൺ ഹംബോൾട്ടുമാണ് ഈ ക്ലാസിക്കൽ പീരീഡിനകത്ത് ജോഗ്രഫിക്കകത്ത് വളരെയധികം കോൺട്രിബ്യൂഷൻസ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടും കോൾ റിട്ടറും. അപ്പോൾ ഇവരുടെ കാലഘട്ടത്തെ നമ്മൾ ദ ക്ലാസിക്കൽ പീരീഡ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ക്ലാസിക്കൽ പീരീഡിന് മുന്നേയുള്ള കാലഘട്ടത്തെ പ്രീ ക്ലാസിക്കൽ പീരീഡ് എന്നും അതിനുശേഷം വന്ന ജോഗ്രഫേഴ്സിനെ നമ്മൾ പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡിനകത്തുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രീ ക്ലാസിക്കൽ പീരീഡ് വരേനിയസും ഇമ്മാനുവൽ കാന്തുമാണ് പ്രീ ക്ലാസിക്കൽ പീരീഡിനകത്ത് വരുന്ന വ്യക്തികൾ. ഓക്കെ, അപ്പം പലപ്പോഴും പല പുസ്തകങ്ങളിലും വരേനിയസും ഇമ്മാനുവൽ കാന്തും ചിലപ്പം ക്ലാസിക്കൽ കോൺട്രിബ്യൂഷനകത്ത് തന്നെ വരുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡിനകത്താണ് ഓസ്കാർ പെഷൽ, റിച്ച്ടോഫൻ, റാറ്റ്സൽ, ഹെറ്റ്നർ, പെങ്കിനെ പോലുള്ള വളരെ പ്രഗത്ഭരായ ജോഗ്രഫേഴ്സിൻ്റെ സ്ഥാനമുള്ളത് പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡിനകത്താണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ ക്ലാസിക്കൽ പീരീഡാണ്. പ്രീ ക്ലാസിക്കൽ പീരീഡിനകത്തെ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ ബെർണാഡ് വരേനിയസ് ആണ്. ഓക്കെ, അദ്ദേഹം ജർമ്മനിയിലെ ഹാംബർഗ് എന്ന് പറയുന്ന ഒരു വില്ലേജിൽ 1622 ജനിച്ചത്. ഫിലോസഫി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് തുടങ്ങിയ പല വിഷയങ്ങളും അദ്ദേഹം ഹാംബർഗിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തുന്നു. ദെൻ കോപ്പർനിക്കസിൻ്റെയും കെപ്ലറിൻ്റെയും ഗലീലിയോൻ്റെയും ഒക്കെ വർക്കുകൾ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, അവരുടെ വർക്കുകളിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെർണാഡ് വരേനിയസ്. ഓക്കെ, അപ്പം ഈ കോപ്പർനിക്കസിൻ്റെ കാലഘട്ടത്തിന് മുന്നേ വരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ വരെ ലോകത്തുള്ള എല്ലാ ആളുകളും വിശ്വസിച്ചിരുന്നത് ഭൂമിയാണ് എല്ലാ പ്ലാനറ്റ്സും കറങ്ങുന്നത് ഭൂമിയെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാറ്റി ഹീലിയോസെൻട്രിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഓക്കെ, അപ്പം സണ്ണാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ, അതല്ലാതെ എർത്ത് അല്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഹീലിയോസെൻട്രിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. 1543 പബ്ലിഷ് ചെയ്യപ്പെട്ട ഓൺ ദ റെവല്യൂഷൻസ് ഓഫ് ദ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് എന്ന് പറയുന്ന നിക്കോളസ് കോപ്പർനിക്കസിൻ്റെ പുസ്തകത്തിലാണ് ഈ ഒരു ഹീലിയോസെൻട്രിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാഴ്ചപ്പാട് വളരെ വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാടാണ്. ഓക്കെ, അപ്പം അത് പലതരത്തിലുള്ള വിശ്വാസങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ആണ് ഹീലിയോസെൻട്രിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിനെയും അത് പുട്ട് ഫോർവേഡ് ചെയ്ത വ്യക്തിയെയും വളരെയധികം വ്യക്തികളും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ബെർണാഡ് വരേനിയസ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം 1649 ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റീജിയണൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജപ്പാൻ ആൻഡ് സിയം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡിസ്ക്രിപ്ഷൻ ഓഫ് റെഗ്നി ലെപ്പോണിയെ എറ്റ് സിയം എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഈ പുസ്തകത്തിൽ 5 പാർട്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. 5 പാർട്സ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജപ്പാൻ ആണ്. ഓക്കെ, ദെൻ മറ്റൊരു പാർട്ട് കംപ്രൈസ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് തായ്ലൻഡിനെയും, ദെൻ മൂന്നാമത്തെ പാർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിലീജിയൻ ഓഫ് ജപ്പാനും അതുപോലെ തന്നെ ആഫ്രിക്കയും അവിടുത്തെ മതങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് 4ാമത്തെ പാർട്ടിൽ കാണാൻ കഴിയുന്നത്. 5ാമത്തെ പാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഷോർട്ട് എസ്സേ ഓൺ ദ ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് പ്ലേസ് ആൻഡ് പീപ്പിൾ. എങ്ങനെയാണ് ഒരു സ്ഥലത്തെ ഗവൺമെൻറ് അവിടുത്തെ സ്ഥലത്തെയും അവിടെയുള്ള ജനങ്ങളെയും എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് 5ാമത്തെ പാർട്ടിലുള്ളത്. അപ്പം വരേനിയസിൻ്റെ 1649 പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകമാണ് ഡിസ്ക്രിപ്ഷൻ റെഗ്നി ലെപ്പോണിയെ അറ്റ് സിയം എന്ന് പറയുന്നത്. അപ്പം
ഇപ്പം റീസെൻ്റ് ആയിട്ട് പല കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും ഈ ജർമ്മൻ ടേം തന്നെ ചോദിക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഓരോ പുസ്തകത്തിൻ്റെയും ജർമ്മൻ ടേമുകൾ കൂടി നോട്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റീജിയണൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജപ്പാൻ ആൻഡ് സിയം എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് 1650 ബെർണാഡ് വരേനിയസിൻ്റെ ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകമാണ് ജോഗ്രഫിയ ജനറാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ പുസ്തകത്തിനകത്ത് 2 പാർട്സാണ് ഉള്ളത്. ഒന്ന് ജനറൽ ജോഗ്രഫിയും അതുപോലെ തന്നെ റീജിയണൽ ജോഗ്രഫിയും. ഓക്കെ, അപ്പോൾ ബെർണാഡ് വരേനിയസ് ജോഗ്രഫിക്ക് നൽകിയതായ 2 കോൺട്രിബ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ജോഗ്രഫിയ ജനറാലിസിസിൽ മെൻഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നതായ ഈ ജനറൽ ജോഗ്രഫി ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. ദെൻ രണ്ടാമതായിട്ട് ജോഗ്രഫിക്കകത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന ആസ്ട്രോണമി ആൻഡ് കാർട്ടോഗ്രാഫിക്കൽ നോളജിനെ ഒക്കെ തന്നെ ജോഗ്രഫിക്കകത്ത് കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും ബെർണാഡ് വരേനിയസിന് സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പം ജോഗ്രഫിക്കകത്ത് ആദ്യമായിട്ട് ഈ ജനറൽ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് കറക്റ്റ് അതിൻ്റെ ടേമോ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനീഷനോ അല്ലാതെ ഒരു ഏകദേശം അതിനോട് സാമ്യതയുള്ളതായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് ബെർണാഡ് വരേനിയസ് ആണ്. ഓക്കെ, അപ്പം സ്പെഷ്യൽ ജോഗ്രഫി ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്ന സ്പെഷ്യൽ ആൻഡ് സിസ്റ്റമാറ്റിക് ജോഗ്രഫി എന്ന് പറയുന്ന 2 ക്ലാസിഫിക്കേഷനാണ് ബെർണാഡ് വരേനിയസ് നൽകുന്നത്. അപ്പം ഈ ജനറൽ ജോഗ്രഫിയെയും റീജിയണൽ ജോഗ്രഫിയെയും എഗെയിൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ജനറൽ ജോഗ്രഫി എന്ന് പറയുമ്പം നമുക്കറിയാം, ജനറൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന സമയത്ത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് ജനറൽ ജോഗ്രഫിയിൽ ചെയ്യാറുള്ളത്. ഓക്കെ, എന്നാൽ റീജിയണൽ ജോഗ്രഫിയിലാവട്ടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയുടെ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് റീജിയണൽ ജോഗ്രഫി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജനറൽ ജോഗ്രഫിയും റീജിയണൽ ജോഗ്രഫിയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജനറൽ ജോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലോയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ജനറൽ ജോഗ്രഫിയാണ്. റീജിയൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ, ഓക്കെ, ഒരു യുണീക്ക് ക്യാരക്ടറുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ജനറൽ ജോഗ്രഫിയെ അദ്ദേഹം 3 പാർട്ടായിട്ട്, ബെർണാഡ് വരേനിയസ് 3 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അബ്സല്യൂട്ട്, റിലേറ്റീവ്, ദ കമ്പാരിറ്റീവ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസ്ട്രിയൽ പാർട്ടാണ്. അതായത് പ്രത്യേകിച്ച് ഈ എർത്തിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ്, അങ്ങനെയൊക്കെ വരുന്ന കോണ്ടിനെൻസിൻ്റെയും എർത്ത് സർഫേസിൻ്റെയും ഒക്കെ ഒരു ഫിസിക്കൽ ജോഗ്രഫിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെക്ഷനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റിലേറ്റീവ് ഓർ പ്ലാനിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെയും സ്റ്റാർസിൻ്റെയും മൂൺസിൻ്റെയും, ഓക്കെ, ഈ പ്ലാനറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് റിലേറ്റീവ് ഓർ പ്ലാനറ്ററി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദ കമ്പാരിറ്റീവ് സെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള 2 ലൊക്കേഷൻസ് തമ്മിലുള്ള ഒരു അവരുടെ ഇൻ്റർ റിലേഷൻഷിപ്പ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് എങ്ങനെയാണ് ദ കമ്പാരിറ്റീവ് സെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റീജിയണൽ ജോഗ്രഫിയെ ഒരു 3 പ്രോപ്പർട്ടീസ്, റീജിയണൽ ജോഗ്രഫിയുടെ 3 പ്രോപ്പർട്ടീസ് കൂടി അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് 3 പാർട്സ് ആണ് റീജിയണൽ ജോഗ്രഫിക്ക് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് സെലസ്ട്രിയൽ പ്രോപ്പർട്ടീസ്, ഓക്കെ, അതായത് ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ സെലസ്ട്രിയൽ പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ടെറസ്ട്രിയൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ, സോയിൽ, ലാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ടെറസ്ട്രിയൽ പ്രോപ്പർട്ടീസ് ആണ്. ഹ്യൂമൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം നമ്മുടെ പോപ്പുലേഷൻ, ഹ്യൂമൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പോപ്പുലേഷൻ, പൊളിറ്റിക്കൽ ഡിവിഷൻസ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഹ്യൂമൻ പ്രോപ്പർട്ടീസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രീ ക്ലാസിക്കൽ പീരീഡിനകത്തുള്ള ബെർണാഡ് വരേനിയസിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ്. ബെർണാഡ് വരേനിയസ് ഹീലിയോസെൻട്രിക് എന്ന് പറയുന്ന നിക്കോളസ് കോപ്പർനിക്കസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റിനെ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോഗ്രഫിക്കകത്ത് ആദ്യമായിട്ട് ജനറൽ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്ന 2 ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നത് ഇദ്ദേഹമായിരുന്നു. 1649 1650 2 പുസ്തകങ്ങൾ അദ്ദേഹം പബ്ലിഷ്
ചെയ്തിട്ടുണ്ട്. ആ 2 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. അതിനോടൊപ്പം തന്നെ റീജിയണൽ ജോഗ്രഫിയെയും ജനറൽ ജോഗ്രഫിയെയും എഗെയിൻ അദ്ദേഹം ഒരു 3 വീതം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബെർണാഡ് വരേനിയസിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബെർണാഡ് വരേനിയസിന് ശേഷം ജോഗ്രഫിക്കകത്ത് വളരെ നന്നായിട്ട് കോൺട്രിബ്യൂഷൻസ് തന്ന ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ കാന്ത് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ ഇമ്മാനുവൽ കാന്ത് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ സ്കോളർ മാത്രമല്ല, അദ്ദേഹം ജോഗ്രഫി, ജിയോളജി, ആസ്ട്രോണമി അങ്ങനെ പല ഫീൽഡിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ കാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹം പ്രധാനമായിട്ടും ഫിസിക്കൽ ജോഗ്രഫിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസൊക്കെ പോയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഫിലോസഫിയിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോളേജ് അദ്ദേഹത്തെ സംബന്ധിച്ച് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ 2 ക്ലാസിഫിക്കേഷൻ നോളേജിനെ തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ദെൻ അദ്ദേഹത്തെ ഫാദർ ഓഫ് എക്സെപ്ഷനലിസം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം ഫാദർ ഓഫ് എക്സെപ്ഷനലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജോഗ്രഫി എന്ന് പറയുന്നത് മറ്റുള്ള സയൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എക്സെപ്ഷനലിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഫാദർ ഓഫ് എക്സെപ്ഷനലിസം ആണ് അറിയപ്പെടുന്നത് ഇമ്മാനുവൽ കാന്താണ്. കാരണം അങ്ങനൊരു കാഴ്ചപ്പാട് ആദ്യമായിട്ട് തൻ്റെ രചനകളിലൂടെ, തൻ്റെ എഴുത്തുകളിലൂടെ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ കാന്ത് എന്ന് പറയുന്നത്. അപ്പം എക്സെപ്ഷനലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി കേട്ടോ, 2 സബ്ജക്റ്റ് ഉണ്ട്. ഈ ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും മറ്റ് സിസ്റ്റമാറ്റിക് സയൻസുകളിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതായ ഒരു കോൺസെപ്റ്റാണ് എക്സെപ്ഷനലിസം. ഓക്കെ, എക്സെപ്ഷൻ ആ ഒരു ടേം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും. എക്സെപ്ഷനലിസം, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി മറ്റ് സിസ്റ്റമാറ്റിക് സയൻസസിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള 2 ശാസ്ത്ര ശാഖകളാണ് എന്നാണ് എക്സെപ്ഷനലിസം പറയുന്നത്. ഓക്കെ, അപ്പം ജോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിനോമിനയെ അതിൻ്റെ സ്പേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനെ ജോഗ്രഫി എന്ന് വിളിക്കുന്നു. ഇനി ഒരു ഫിനോമിനയെ അതിൻ്റെ സമയത്തിൻ്റെ, അത് രൂപീകൃതമായ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെ ഹിസ്റ്ററി എന്നുമാണ് വിളിക്കുന്നത് എന്നും ഇമ്മാനുവൽ കാന്ത് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം ഇമ്മാനുവൽ കാന്തിൻ്റെ ഈ ഒരു ഐഡിയ ജോഗ്രഫിയുടെ ചരിത്രത്തിൽ വളരെ വലിയ ചർച്ചകൾക്കും ഡിബേറ്റുകൾക്കും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഇമ്മാനുവൽ കാന്തിൻ്റെ കാഴ്ചപ്പാടിനെ വളരെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു റീജിയണൽ ജോഗ്രഫിയുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത വ്യക്തിയാണ് റിച്ചാർഡ് ഹാർട്ട്ഷോൺ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേച്ചർ ഓഫ് ജോഗ്രഫി എന്ന് പറയുന്ന പുസ്തകം 1939 അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നേച്ചർ ഓഫ് ജോഗ്രഫി, റിച്ചാർഡ് ഹാർട്ട്ഷോൺ 1939 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിനകത്ത് ഇമ്മാനുവൽ കാന്തിൻ്റെ ഈ ഒരു എക്സെപ്ഷനലിസം എന്ന് പറയുന്ന ഐഡിയയെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പല കണ്ടന്റുകളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം ഇമ്മാനുവൽ കാന്തിൻ്റെയും ഈ ഹാർട്ട്ഷോണിൻ്റെയും കാഴ്ചപ്പാടുകളെ അതൊരു ഹാർട്ട്ഷോണിൻ്റെയും കാഴ്ചപ്പാടുകളെ വെറും ഒരു അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓവർ പ്രയോറിറ്റി സ്വന്തം സബ്ജക്റ്റിന് കൊടുക്കുകയോ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പിന്നീട് വന്ന ഷെയ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഷെയ്ഫറും ഹാർട്ട്ഷോണും തമ്മിലുള്ള ഈ ഒരു ആശയപരമായ ഈ ചർച്ചയെ നമ്മൾ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരു ഡിബേറ്റാണ്. ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റ് ആണോ അതോ സിസ്റ്റമാറ്റിക് സയൻസസിൻ്റെ പോലെ തന്നെയുള്ളൊരു സബ്ജക്റ്റ് ആണോ എന്നുള്ളത് ഏറെ കാലത്തിലേക്ക് ഒരു വലിയൊരു ചർച്ചയായിട്ട് ജോഗ്രഫീൻ്റെ ഫീൽഡിനകത്ത് നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഷെയ്ഫർ അദ്ദേഹത്തിൻ്റെ എക്സെപ്ഷനലിസം ഇൻ ജോഗ്രഫി എന്ന് പറയുന്ന 1953 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിൽ ഇതിനെതിരെ, കാന്തിനും ഹാർട്ട്ഷോണിനും എതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹാർട്ട്ഷോണിയൻ ഓർത്തഡോക്സി എന്ന് വരെ വിളിക്കുന്നുണ്ട് ഈ കാഴ്ചപ്പാടിനെ ഷെയ്ഫർ. ഓക്കെ, അപ്പം ഇതാണ് എക്സെപ്ഷനലിസം. ഫാദർ ഓഫ് എക്സെപ്ഷനലിസം എന്നറിയപ്പെടുന്നത് ഇമ്മാനുവൽ കാന്താണ്. അതായത് ജോഗ്രഫിയും ഹിസ്റ്ററിയും മറ്റുള്ള സയൻസിൽ നിന്നും ഒരു വ്യത്യസ്തതയുണ്ട്, അതിന് കുറച്ചുകൂടെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എക്സെപ്ഷനലിസം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു കോൺസെപ്റ്റ് വളരെ വലിയ ചർച്ചകൾക്കൊക്കെ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വർക്കാണ് ജനറൽ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് തിയറി ഓഫ് ദ ഹെവൻസ് 1755 പബ്ലിഷ് ചെയ്യപ്പെടുന്നു. ദെൻ ക്രിട്ടീക്ക് ഓഫ് പ്യുവർ റീസൺ എന്ന് പറയുന്ന ഒരു പുസ്തകം 1781 പബ്ലിഷ് ചെയ്യപ്പെടുന്നു. ക്രിട്ടീക്ക് ഓഫ് ജഡ്ജ്മെൻറ്റ് 1798 പബ്ലിഷ് ചെയ്യപ്പെടുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ് ആന്ത്രപ്പോളജി ഫ്രം പ്രാഗ്മാറ്റിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. 1798 ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇമ്മാനുവൽ കാന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും
നിർബന്ധമായിട്ടും ഓർമ്മ വരേണ്ട ഒരു കാര്യം ഫാദർ ഓഫ് എക്സെപ്ഷനലിസം എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് ചേർത്ത് തന്നെ റിച്ചാർഡ് ഹാർട്ട്ഷോന്റെ നേച്ചർ ഓഫ് ജോഗ്രഫിയും അതിൻ്റെ 1939 പബ്ലിഷിംഗ് ഇയർ എന്ന് നമുക്ക് ഓർമ്മ വരണം. അതിനെ ഒപ്പോസ് ചെയ്ത വ്യക്തിയാണ് ഷെയ്ഫർ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എക്സെപ്ഷനലിസം ഇൻ ജോഗ്രഫി. 1953 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പം പ്രീ ക്ലാസിക്കൽ പീരീഡിനകത്തുള്ള ബെർണാഡ് വരേനീസിനെ കുറിച്ചും ഇമ്മാനുവൽ കാന്തിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും കോൺട്രിബ്യൂഷനും ഇവരെങ്ങനെയാണ് ജോഗ്രഫിയെ കണ്ടിരുന്നത്. ഓക്കെ, അപ്പം ബെർണാഡ് വരേനീസ് ആണെങ്കിൽ ജനറൽ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു 2 കാഴ്ചപ്പാടാണ്. പക്ഷേ ഇമ്മാനുവൽ കാന്തിനെ സംബന്ധിച്ച് ജോഗ്രഫി എന്ന് പറയുന്നത് എക്സെപ്ഷനലിസം ആണ്. ഓക്കെ, എക്സെപ്ഷൻ ദാറ്റ് മീൻ ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഫിനോമിനയെ അതിൻ്റെ സ്പേസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് ജോഗ്രഫിയെ ഇമ്മാനുവൽ കാന്ത് കാണുന്നത്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസം കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കാന്തിനെ സംബന്ധിച്ച് ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടാക്സോണമിക് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു നരേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, ജോഗ്രഫി ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് നരേറ്റീവ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ കോറോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു ടേം അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതായത് ജോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോറോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്മാനുവൽ കാന്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിനോടൊപ്പം ഇത് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കോറോളജി എന്ന് പറയുന്ന ടേം കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രീക്ക് ആൻഡ് റോമൻസിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം അത് നിങ്ങൾക്കറിയാം ഏത് ജോഗ്രഫറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഏർലി ആയിട്ടുള്ള ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്ത വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഗ്രീക്ക് ആൻഡ് റോമൻ കോൺട്രിബ്യൂഷനകത്ത് പറഞ്ഞിരുന്നു. അപ്പം ഈ കോറോളജിക് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്ത ഹെറ്റ്നർ ആണ്. ബാക്കി എല്ലാ വ്യക്തികളും ഇതിൻ്റെ ഒരു ഐഡിയയാണ് മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ ജോഗ്രഫിയുടെ ക്ലാസിക്കൽ പീരീഡായിട്ട് അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടും കോൾ റിട്ടറും തങ്ങളുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകുന്നത്. ഓക്കെ, അപ്പോൾ അവർ കോൺട്രിബ്യൂഷൻസ് നൽകിയത് കൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ക്ലാസിക്കൽ പീരീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഫാദർ ഓഫ് മോഡേൺ ജോഗ്രഫി എന്നറിയപ്പെടുന്നു. കോൾ റിട്ടറിനെയും നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്. ദെൻ സിസ്റ്റമാറ്റിക് ജോഗ്രഫിയാണ് ഇദ്ദേഹം കുറച്ചുകൂടെ ഫോളോ ചെയ്തിരുന്നത്. ഫാദർ ഓഫ് മോഡേൺ ക്ലൈമറ്റോളജി എന്നറിയപ്പെടുന്നത് ഹംബോൾട്ട് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം കോസ്മോഗ്രഫി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് കോസ്മോഗ്രഫി എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. ആ യൂണിവേഴ്സിനെ അഗെയിൻ 2 ആയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ആസ്ട്രോണമി ആൻഡ് ടെറസ്ട്രിയൽ. അർണോഗ്രാഫി ആൻഡ് ജോഗ്രഫി എന്നുള്ള 2 ടേംസ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അർണോഗ്രാഫി എന്ന് പറയുമ്പോൾ ആസ്ട്രോണമിയാണ്, ജോഗ്രഫി എന്ന് പറയുമ്പോൾ ടെറസ്ട്രിയൽ പാർട്ടിനെ കുറിച്ചുള്ള പഠനമാണ്. കോസ്മോഗ്രഫിയാണ് അദ്ദേഹം അർണോഗ്രാഫി ആൻഡ് ജോഗ്രഫി എന്ന് പറയുന്ന 2 ടേംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പീരിക്കൽ മെത്തേഡ്സ് ഓഫ് റിസർച്ചിനെ ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജോഗ്രഫിയാണ് ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ദെൻ ഇദ്ദേഹമാണ് പെറൂവിയൻ കറൻറ്റ്, ഒരു കോൾഡ് കറൻറ്റ് ആണ്, പെറൂവിയൻ കോൾഡ് കറൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഹംബോൾട്ട് ആണ്. ദെൻ അതുപോലെ തന്നെ പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ഇദ്ദേഹം കോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പെർമാഫ്രോസ്റ്റ് സൈബീരിയയിലുള്ള സോയിൽസിനെ സൈബീരിയൻ സോയിൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഫ്രോസൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഫ്രോസൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സൈബീരിയൻ സോയിൽസിന് പെർമാഫ്രോസ്റ്റ് എന്ന പേരാണ് ഹംബോൾട്ട് നൽകിയത്. അതുപോലെ തന്നെ കോണ്ടിനെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റി ഓഫ് നേച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെ കുറിച്ച് പഠിക്കുമ്പം കോസ്മോഗ്രാഫി, അർണോഗ്രാഫി, ജോഗ്രഫി, പെർമാഫ്രോസ്റ്റ്, കോണ്ടിനെൻറ്റാലിറ്റി, അതുപോലെ തന്നെ ഇനിയൊരു ടേമാണ് വരുന്നത് സൂസമൻ ഹാങ്, യൂണിറ്റി ഓഫ് നേച്ചർ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും നമ്മളത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്. സൂസമൻ ഹാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. ഓക്കെ, അപ്പം ഹംബോൾട്ടിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നാണ്
വിശ്വസിച്ചിരുന്നത്. ഓക്കെ, എല്ലാ ഫിനോമിനാസും പരസ്പരം കൊറിലേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് വിശ്വസിച്ചിരുന്നു. അതിന് അദ്ദേഹം നൽകിയ ഒരു ടേമാണ് സൂസം ആൻഡ് ഹാങ്ങിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ യൂണിറ്റി ഓഫ് നേച്ചറിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഓക്കെ, യൂണിറ്റി ഇൻ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫിനോമിനാസും, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എല്ലാ നാച്ചുറൽ ഫിനോമിനാസും ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു കോമൺ ലോയിലാണ് അത് ഒരു കോമൺ ലോയാണ് അതിന് എല്ലാത്തിനും ഉള്ളത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് യൂണിറ്റി ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കോൾറിട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അതിനകത്ത് പഠിക്കാം. അപ്പം ഹംബോൾട്ടിനെ സംബന്ധിച്ച് നമ്മൾ പ്രീ ക്ലാസിക്കൽ പീരീഡിലുള്ള ബെർണാഡ് വരേനിയസിനെ കുറിച്ചും ഇമ്മാനുവൽ കാന്തിനെ കുറിച്ചും പഠിച്ചു. ദെൻ ക്ലാസിക്കൽ പീരീഡിലുള്ള അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെ കുറിച്ചാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് കുറേ ടേംസ്, പെർമാഫ്രോസ്റ്റ്, കോണ്ടിനെന്റാലിറ്റി, സൂസം ആൻഡ് ഹാങ്, യൂണിറ്റി ഓഫ് നേച്ചർ, കോസ്മോഗ്രഫി, അർണോഗ്രഫി, ജോഗ്രഫി തുടങ്ങിയ അതുപോലെ തന്നെ പെറൂവിയൻ കോൾഡ് കറന്റ് കണ്ടുപിടിച്ച ഇദ്ദേഹമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കോസ്മോസ് അഥവാ ഓർഡേർഡ് യൂണിവേഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. 1845നും 62നും ഇടയിൽ 5 വോളിയംസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് കോൾറിട്ടർ ആണ്. കോൾറിട്ടർ നമുക്കറിയാം, ഇദ്ദേഹവും ഹംബോൾട്ടിൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു ജോഗ്രഫറാണ്. ഒരുപാട് കോൺട്രിബ്യൂഷൻ ജോഗ്രഫിക്കകത്ത് നൽകിയ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ജോഗ്രഫേഴ്സ് എന്ന് നമ്മൾ പറയുമ്പം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പം പ്രധാനമായിട്ടും ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് ആണ് നമ്മുടെ മനസ്സിൽ ജനറലൈസ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ കോൾറിട്ടറിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കടുത്ത ഒരു ദൈവവിശ്വാസിയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് പല നാച്ചുറൽ ഫിനോമിനാസിനെയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഹംബോൾട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, വളരെ റേഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കോൾറിട്ടറിനെ സംബന്ധിച്ച് അദ്ദേഹം ഗോഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട 2 വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് ഒന്ന്, ഹംബോൾട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോൾറിട്ടർ സയൻറ്റിഫിക് ആണ്, പക്ഷെ അദ്ദേഹം കാര്യങ്ങളെ കുറച്ചുകൂടെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിനെയും എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് പല കാര്യങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം കോൾറിട്ടർ ഹംബോൾട്ടിൻ്റെ ഒരു സമകാലികനാണ്. ഫൗണ്ടർ ഓഫ് മോഡേൺ ജോഗ്രഫി എന്ന പേരിലും കൂടി ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഹംബോൾട്ടിന് യൂണിറ്റി ഇൻ നേച്ചർ പഠിച്ചു, കോൾറിട്ടർ എന്ന് പറയുമ്പം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഓർമ്മ വരണം നമുക്ക്. ഓക്കെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് കോൾറിട്ടർ, യൂണിറ്റി ഇൻ നേച്ചർ ഹംബോൾട്ടാണ്. അത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇപ്പം എർത്തിനെ ഒന്ന് കാണുന്ന സമയത്ത് നമുക്കത് എന്തായിട്ട് തോന്നും, വളരെ എല്ലാം സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ടൊരു കോമൺ ലോ ആയിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇൻഡിവിജ്വലി നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് അതിനകത്ത് ഡൈവേഴ്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കോൾറിട്ടറിനുള്ളത്. ഓക്കെ, ഇപ്പം മനുഷ്യന്മാരെ പോലെയൊക്കെ തന്നെയാണ്. ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയൊക്കെ കാണുമ്പം കാണാൻ ഒരുപോലെയുണ്ട്, പക്ഷെ ഓരോ വ്യക്തികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ആ വ്യക്തികളുടെ പ്രശ്നങ്ങൾ, അവരുടെ സ്വഭാവം, അവരുടെ സാഹചര്യങ്ങൾ എല്ലാത്തിലും പലതരത്തിലുമുള്ള വ്യത്യാസം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം നേച്ചറിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നേച്ചറിനെ കാണുമ്പം ഒരു കോമൺ ആയിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും, അല്ലെ എല്ലാ സ്ഥലത്തും ചെടി, മരം, മഴ ഇതൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മളൊരു സ്ഥലത്തെ വീക്ഷിക്കുന്ന സമയത്ത് അതിനകത്ത് ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആൻഡ് റീജിയണൽ ജോഗ്രഫിയിലാണ് അദ്ദേഹം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലേ. ഇപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഓരോ പ്രദേശത്തിനും ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം റീജിയണൽ ജോഗ്രഫറാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കണം. ഹംബോൾട്ട് യൂണിറ്റി ഇൻ നേച്ചർ ആണ്. ഓക്കെ, നേച്ചർ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്, ഒരു കോമൺ ആയിട്ടുള്ള ലോയിലാണ് അത് പോകുന്നത് എന്ന് പറയുന്നു. സോ അദ്ദേഹം സിസ്റ്റമാറ്റിക് ജോഗ്രഫിയുടെ വ്യക്തിയായിട്ട് മാറുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ആ വ്യത്യാസത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലേ. ഓരോ വ്യത്യാസം, റീജിയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്ഥലത്തെയാണ് നമ്മൾ റീജിയൺ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റീജിയൺ ആണ്, ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒന്നിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ കോൾറിട്ടർ റീജിയണൽ ജോഗ്രഫിയുടെ ഫൗണ്ടറും സിസ്റ്റമാറ്റിക് ജോഗ്രഫിയെ ഫോളോ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ
അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്നത്. അപ്പം കോൾ റിട്ടറിനെ സംബന്ധിച്ച് ജോഗ്രഫി എന്ന് പറയുന്നത് റീജിയണൽ ജോഗ്രഫി ആണ്, ഇംപീരിക്കൽ സയൻസ് ആണ് എന്ന് പറയുന്നു. ആൻഡ് ടെലിയോളജിക്കൽ കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ടെലിയോളജിക്കൽ കോൺസെപ്റ്റ്. അപ്പം കോൾ റിട്ടർ അതിനെ ഫോളോ ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഒരു പർപ്പസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ഗോഡാണ്. ഓക്കെ, ഗോഡിനെ ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ദെൻ കോൾ റിട്ടർ ഒരു ആം ചെയർ ജോഗ്രഫറാണ്. ഓക്കെ, ആം ചെയർ ജോഗ്രഫർ എന്ന് പറയുന്ന സമയത്ത് ഹംബോൾട്ട് ഒരുപാട് ഏകദേശം 4000 എബോ മൈൽസ് സഞ്ചരിച്ചൊരു വ്യക്തിയാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഫീൽഡ് വിസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കോൾ റിട്ടറിനെ സംബന്ധിച്ച് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളും റെക്കോർഡുകളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പല അനാലിസിസും നടത്തുന്നത്. സോ ആം ചെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് പബ്ലിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന വ്യക്തികളാണ് ആം ചെയർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കോൾ റിട്ടർ ഒരു ആം ചെയർ ജോഗ്രഫറാണ്. അപ്പോൾ ഇതൊക്കെ ഹംബോൾട്ടും റിട്ടറും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഹംബോൾട്ട് ധാരാളം യാത്രകൾ ചെയ്തൊരു വ്യക്തിയാണ്. കോൾ റിട്ടർ കമ്പാരിറ്റീവ്ലി യാത്രകൾ വളരെ കുറവായിരുന്നു. ആൻഡ് ഇദ്ദേഹം ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ വ്യക്തിയാണ്. നമ്മൾ ഹംബോൾട്ട് പഠിച്ചു ഇൻഡക്റ്റീവ് മെത്തേഡാണെന്ന് പഠിച്ചു. കോൾ റിട്ടർ എർത്ത് കുണ്ടേ എന്ന് പറയുന്ന, അതായത് എർത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടു. 1817 ഇതിൻ്റെ ഫസ്റ്റ് വോളിയം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് വ്യക്തികളുടെയും ഒരു കമ്പാരിസൺ വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് 1769 ജനിക്കുന്നത്. കോൾ റിട്ടർ 1779. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും മരണപ്പെടുന്നത് 1859. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു വർഷത്തിലാണ് ഇവർ രണ്ട് വ്യക്തികളും മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെ സംബന്ധിച്ച് ഫിസിക്കൽ എൻവയോൺമെൻ്റ് ആണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കോൾ റിട്ടർ ആണെങ്കിൽ ഹ്യൂമൻ എൻവയോൺമെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇവരുടെ അപ്രോച്ച് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇംപീരിക്കൽ, ഇൻഡക്റ്റീവ് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കോൾ റിട്ടർ ടെലിയോളജിക്കൽ, ഡിഡക്റ്റീവ് ആൻഡ് മോറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവരെ ഫോളോ ചെയ്ത മെത്തഡോളജി ഞാൻ പറഞ്ഞു. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഒരുപാട് യാത്രകൾ ചെയ്ത ഫീൽഡ് ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല പഠനങ്ങളും വരുന്നത്. ദെൻ വൈ ഓഫ് വേർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പല മെറ്റീരിയൽസും ബുക്സും. ദെൻ അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ബാരോമീറ്റർ, തെർമോമീറ്റർ, അതുപോലെ തന്നെ സൈനോമീറ്റർ തുടങ്ങിയ പല മെറ്റീരിയൽസും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈനോമീറ്റർ എന്ന് പറയുമ്പം ഈ എന്താ സ്കൈൻ്റെ ബ്ലൂനെസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് സൈനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ബേസിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കോൾ റിട്ടറിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാ സാധനങ്ങളും ഒരു പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ എല്ലാ റൈറ്റിങ്സും ഒരു തിയോളജിക്കൽ ഡിസിപ്ലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ അടുത്തത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വളരെ സയൻറ്റിഫിക് ആയിരുന്നു. ഒരുപാട് ഫീൽഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷൻ വരുന്നത്. കോൾ റിട്ടർ ഐഡിയലിസ്റ്റിക് ആൻഡ് തിയോസെൻട്രിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ദെൻ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ വർക്കാണ് കോസ്മോസ്. 1845 62 ഇടയിൽ 5 വോളിയംസ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം കോൾ റിട്ടർ ഡൈ എർത്ത് കുണ്ടേയാണ്, ദ എർത്ത് സയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടും കോൾ റിട്ടറും തമ്മിലുള്ള വ്യത്യാസം. ഇവർ രണ്ടാളും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കോട്ടും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെ സംബന്ധിച്ച് ജോഗ്രഫി ഈസ് ദ സയൻസ് ദാറ്റ് ലൊക്കേറ്റ് തിങ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദെയർ കോസസ് ആണ്. ഓക്കെ, അപ്പോൾ കോൾ റിട്ടർ ആണെങ്കിൽ എർത്ത് ഈസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് മാൻ ക്രിയേറ്റഡ് ബൈ ഡിവൈൻ വിൽ ആൻഡ് ജോഗ്രഫി ഈസ് ദ സയൻസ് ദാറ്റ് റിവീൽസ് ഇറ്റ്സ് പർപ്പസ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡെഫിനീഷനിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹംബോൾട്ടിനെ സംബന്ധിച്ച് ജോഗ്രഫി വളരെ സയൻറ്റിഫിക് ആണ്. കോൾ റിട്ടറിനെ സംബന്ധിച്ച് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം ഒരു സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് വന്നെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടൊരു കോൺട്രിബ്യൂഷൻ വരുന്നത് ചാൾസ് റോബർട്ട് ഡാർവിൻ ആണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മെൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ 1859 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ദെൻ ഡിസെൻറ്റ് ഓഫ് മാൻ ആൻഡ് സെലക്ഷൻ ഇൻ റിലേഷൻ ടു സെക്സ്
1871 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്താ ഹംബോൾട്ടും ചാൾസ് ലയലും വളരെയധികം ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇദ്ദേഹം യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം ചാൾസ് ലയൽ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്. അത് ഡാർവിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി എന്ന് പറയുന്ന ചാൾസ് ലയലിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഇവർ രണ്ടുപേരാണെങ്കിലും ഡാർവിൻ്റെ വർക്കുകൾ ഒരുപാട് ജോഗ്രഫേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത്. ഓസ്കാർ പെഷൽ അദ്ദേഹത്തിൻ്റെ 1870 പബ്ലിഷ് ചെയ്യപ്പെട്ട ന്യൂ പ്രോബ്ലംസ് ഓഫ് കമ്പാരിറ്റീവ് ജോഗ്രഫി ആസ് എ സെർച്ച് ഫോർ മോർഫോളജി ഓഫ് ദ എർത്ത് സർഫേസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു എർത്ത് സർഫേസിൻ്റെ ഒരു മോർഫോളജി കൂടി അതിനകത്ത് പഠിക്കണം എന്ന് ഡാർവിൻ്റെ തിയറിയുടെ ബേസിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വില്യം മോറിസ് ഡേവിസിൻ്റെ ജോഗ്രഫിക് സൈക്കിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ, ഒരു നോർമൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവറിന് 3 സ്റ്റേജസ് ഉണ്ട് അല്ലേ. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയുടെ ഒരു ബേസിലാണ് ഈ ഒരു 3 കോൺസെപ്റ്റ്, യൂത്ത്ഫുൾ സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, യൂത്ത്ഫുൾ സ്റ്റേജ് ആൻഡ് ഓൾഡ് സ്റ്റേജ് എന്ന് പറയുന്ന 3 സ്റ്റേജുകൾ സൈക്കിൾ ഓഫ് ഇറോഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഡാർവിൻ്റെ എവല്യൂഷണറി കോൺസെപ്റ്റ് ഓഫ് ചേഞ്ച് ഓവർ ടൈമിൽ നിന്നും ഇൻസ്പയർ ചെയ്യപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസും ഡിസെൻറ്റ് ഓഫ് മാൻ എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടിനെ വളരെയധികം എൻകറേജ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വളരെ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേച്ചറാണ് അവിടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഹ്യൂമൻ എന്ന് പറയുന്നത് പാസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പം അതിനെ നന്നായിട്ട് ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ പല തിയറികളിലും ഈ ഒരു ഇപ്പം നാച്ചുറൽ സെലക്ഷൻ ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കൻ ആൻഡ് ജർമ്മൻ ജോഗ്രഫേഴ്സിനെ ഇത് വളരെയധികം സ്വാധീനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ വർക്കുകളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്വാധീനം കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ റാറ്റ്സലിൻ്റെ പുസ്തകം, ആന്ത്രപ്പോ ജോഗ്രഫി എന്ന് പറയുന്ന പുസ്തകത്തിൽ സിമിലർ ലൊക്കേഷൻസ് ലെഡ് ടു സിമിലർ മോഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റാറ്റ്സൽ പറഞ്ഞു വെക്കുന്നത് ഡാർവിനെ വളരെ നന്നായിട്ട് ഫോളോ ചെയ്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. ദെൻ എലൻ ചർച്ചിൽ സെമ്പിൾ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഓഫ് ജോഗ്രഫിക് എൻവയോൺമെൻറ്റ് 1911 പബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. അതിനകത്ത് പറയുന്നുണ്ട് മാൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ എർത്ത് സർഫേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നു. ദെൻ ഹണ്ടിങ്ടൺ അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ സിവിലൈസേഷനെ കുറിച്ചുള്ള പഠനത്തിൽ ക്ലൈമറ്റ് കൺട്രോൾസ് ദ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നത് അതൊക്കെ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവാണ്. അതായത് നേച്ചറാണ് പ്രീഡോമിനൻ്റ് ആക്റ്റീവ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺസെപ്റ്റാണ് ഈ റാറ്റ്സലിൻ്റെയും എലൻ ചർച്ചിൽ സെമ്പിളുടെയും ഹണ്ടിങ്ടൻ്റെയും ഒക്കെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, അപ്പം ഹണ്ടിങ്ടൺ തന്നെ പറയുന്നുണ്ട് ഒരു ഹ്യൂമൻ സിവിലൈസേഷനെ കൺട്രോൾ ചെയ്യുന്നത് ക്ലൈമറ്റ് ആണ് എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹണ്ടിങ്ടൺ ആണ് തരുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഹണ്ടിങ്ടൻ്റെ തന്നെയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തത് ഡാർവിൻ്റെ ഇത്തരം തിയറികൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് റാറ്റ്സൽ. ഓൾറെഡി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ലെബൻസറം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഈ ഒരു ഡാർവിൻ്റെ സ്റ്റഡീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ്. ലെബൻസറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിവിങ് സ്പേസ് ആണ്. ഓക്കെ, അപ്പം ലിവിങ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ എൻ്റയർ ആയിട്ടുള്ള ഈ വേൾഡിൻ്റെ ചരിത്രം തന്നെ രൂപപ്പെടുന്നതിന് സ്വാധീനിച്ച ഒരു ടേമാണ് ഈ ലെബൻസറം അല്ലെങ്കിൽ ലിവിങ് സ്പേസ്. ഓക്കെ, ഇപ്പം ഹ്യൂമൻ ബീങ് ആണെങ്കിലും ഒരു ഓർഗാനിസം ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ആണെങ്കിലും അവരുടെ സർവൈവലിന് ഒരു ജോഗ്രഫിക്കൽ സ്പേസ് വേണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ലെബൻസറം. ഓക്കെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച ആ ഒരു ആശയത്തിൻ്റെ ഒരു പവർ നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ഒരു ഓർഗാനിസം ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ആണെങ്കിലും അവർക്ക് സർവൈവ് ചെയ്യുന്നതിനും ഗ്രോ ചെയ്യുന്നതിനും ഒരു ജോഗ്രഫിക്കൽ സ്പേസ് വേണം. ഓക്കെ, ഇപ്പം നമുക്ക് തന്നെ നോക്കാം, നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇപ്പം എനിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എനിക്കൊരു സ്പേസ് വേണം, എനിക്ക് വർക്ക് ചെയ്യുന്നതിന്, എനിക്ക് ഫ്രീ ആയിട്ട് റെഫർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സ്പേസ് വേണം.
ആ സ്പേസിലാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്, ഞാൻ ഗ്രോ ചെയ്യുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പം ഒരു സ്റ്റേറ്റ് ആണെങ്കിലും ഒരു നേഷൻ ആണെങ്കിലും അതിനും ഒരു ജോഗ്രഫിക്കൽ സ്പേസ് വേണം എന്ന് പറയുന്ന ഒരു ആശയം റാറ്റ്സൽ ലബൻസറം എന്ന് പറയുന്ന ഒരു ടേമിലൂടെ പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് നമുക്ക് ഈ കാഴ്ചപ്പാട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിനെ വളരെ നന്നായിട്ട് ഈ ഒരു ആശയത്തെ ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിറ്റ്ലറാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നാസി ഐഡിയോളജി തന്നെ ഈ ഒരു ബേസാണ്. അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിലും ഗ്രോത്ത് ചെയ്യണമെങ്കിലും ഒരു ജോഗ്രഫിക്കൽ സ്പേസ് വേണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നന്നായിട്ട് ഒരു നെഗറ്റീവ് സെൻസിൽ യൂസ് ചെയ്തത് നമ്മുടെ ഹിറ്റ്ലറും നാസി ഐഡിയോളജിയുമാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാഴ്ചപ്പാട് പോലും ഈ ഒരു ഡാർവിൻ്റെ വർക്കുകളിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തത് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. കോൾ ഓസോയർ ആണ് 1925 ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കോൾ ഓസോവറിൻ്റെ ദ മോർഫോളജി ഓഫ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന പബ്ലിക്കേഷനിലാണ് ഈ ഒരു ടേം നമുക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതും ഡാർവിൻ്റെ വർക്കുകളും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ട് രൂപീകൃതമായതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെർണാഡ് വരേനിയസ് നോക്കി, ഇമ്മാനുവൽ കാന്റ് നമ്മൾ നോക്കി, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, കോൾ റിട്ടർ, അതുപോലെ തന്നെ ചാൾസ് ഡാർവിൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോഗ്രഫിയിൽ പല മേഖലകളെയും ഇൻഫ്ലുവൻസ് ചെയ്തത് ചാൾസ് ഡാർവിൻ്റെ 2 പുസ്തകങ്ങളാണ്. ഓക്കെ, ഡിസെൻറ്റും അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ പല മേഖലകളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡ് ആണ്. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ജോഗ്രഫേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഓസ്കാർ പെഷൽ. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രൊഫസർ ആയിരുന്നു, ജർമ്മൻ ജോഗ്രഫിയിൽ ആദ്യത്തെ പ്രൊഫസർ ആയിരുന്നു ഓസ്കാർ പെഷൽ എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ആന്ത്രപ്പോ ജോഗ്രഫിയുടെ ഒരു പ്രിക്കേഴ്സർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആന്ത്രപ്പോ ജോഗ്രഫി എന്ന് പറയുന്ന കൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുത്തത് റാറ്റ്സൽ തന്നെയാണ്. ഓക്കെ, ദെൻ ഓസ്കാർ പെഷലിനെ സംബന്ധിച്ച് ജോഗ്രഫി എന്ന് പറയുന്നത് വളരെ ഇംപീരിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സയൻസ് ആണ്. ദെൻ ഇദ്ദേഹം എത്തനോഗ്രഫിയും റേഷ്യൽ ജോഗ്രഫിയുമാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ജോഗ്രഫി, 1865 പബ്ലിഷ് ചെയ്യപ്പെടുന്നു. ദെൻ ദ റേസ് ഓഫ് മാൻ ആൻഡ് ദെയർ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ 1876 പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഫെർഡിനൻഡ് വോൺ റിച്ച്ടോഫൻ ആണ്. ഇദ്ദേഹം സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കോയിൻ ചെയ്തത് ഫെർഡിനൻഡ് വോൺ റിച്ച്ടോഫൻ ആണ്. അതായത് വളരെയധികം ട്രേഡിങ് ഈസ്റ്റ് ഏഷ്യയും മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലൂടെ നടക്കുമ്പം ആ ഒരു റൂട്ടിനെയാണ് സിൽക്ക് റോഡ് എന്ന് അദ്ദേഹം ടേം ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ജനറൽ ആൻഡ് റീജിയണൽ ജോഗ്രഫിയുടെ കൃത്യമായിട്ട് അതിനെ ആ 2 ജോഗ്രഫികളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത വ്യക്തിയും ഫെർഡിനൻഡ് വോൺ റിച്ച്ടോഫൻ ആണ്. അതുപോലെ തന്നെ ചൈനയുടെ ഏകദേശം വലിയ പാർട്ടുകളെയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുകയും മാപ്പ് ചെയ്യുകയും ചെയ്തതും ഫെർഡിനൻഡ് വോൺ റിച്ച്ടോഫൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോറോളജി ആൻഡ് കോറോഗ്രഫി എന്ന് പറയുന്ന 2 ടേമുകളെ വളരെ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുന്നതും ഫെർഡിനൻഡ് വോൺ റിച്ച്ടോഫൻ ആണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ്, ഒരു ഭാഗം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതിനെ ഡിഫറെൻറ്റ് സൈസസിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. അങ്ങനെ 4 സൈസസ്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതിനെ 4 പ്രത്യേക തരത്തിൽ ഡിഫറെൻറ്റ് സൈസസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറയുന്നു. ഒന്നാമത്താണ് എർഡടൈലെ, അതായത് മേജർ ഡിവിഷൻ ഓഫ് ദ വേൾഡിനെയാണ് എർഡടൈലെ എന്ന് വിളിക്കുന്നത്. ദെൻ ലാൻഡർ, അതിനകത്ത് മേജർ റീജിയൻ. ദെൻ ലാൻഡ്ഷേഫ്റ്റൻ, ലാൻഡ്സ്കേപ്പ് ഓർ സ്മോൾ റീജിയൻ ആണ്. ദെൻ ഓർഗ്ലേച്ച് കിറ്റൻ, അവിടുത്തെ പർട്ടിക്കുലർ ആയിട്ടുള്ള ലൊക്കാലിറ്റീസിനെയാണ് അദ്ദേഹം ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടേമുകളും ഇതിൻ്റെ ഒരു സൈസ് എന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തതായിട്ട് പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഫെഡറിക് റാറ്റ്സൽ എന്ന് പറയുന്ന വ്യക്തി. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ജോഗ്രഫി എന്നറിയപ്പെടുന്നത് റാറ്റ്സൽ ആണ്. അതുപോലെ തന്നെ ഡാർവിൻ്റെ തിയറിയിൽ നിന്നും ഒരുപാട് ഇൻഫ്ലുവൻസ് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കുറേ കാര്യങ്ങൾ അദ്ദേഹം കാഴ്ചപ്പാടുകൾ വരുന്നത് ഡാർവിൻ്റെ തിയറിയെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം ആന്ത്രപ്പോ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്യുന്നത് തന്നെ റാറ്റ്സൽ ആണ്. അദ്ദേഹത്തിൻ്റെ ആന്ത്രപ്പോ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പുസ്തകം 1882 ഒന്നാമത്തെ വോള്യം പബ്ലിഷ് ചെയ്യപ്പെടുന്നു. ദെൻ രണ്ടാമത്തെ വോള്യം 1891 പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഓക്കെ, അപ്പം നേച്ചർ ഓഫ് ജോഗ്രഫി, എക്സെപ്ഷനലിസം ഇൻ ജോഗ്രഫി,
അതുപോലെ തന്നെ ആന്ത്രപ്പോ ജോഗ്രഫി, പൊളിറ്റിക്കൽ ജോഗ്രഫി തുടങ്ങിയവയൊക്കെ ജോഗ്രഫിക്കകത്തെ ഒരു ഘടനയെ തന്നെ, ജോഗ്രഫിയുടെ ഒരു സ്റ്റഡി പാറ്റേണിനെ തന്നെ എൻറ്റയർലി ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കുറേ പുസ്തകങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഓതേഴ്സും ഇയേഴ്സും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ 1896 റാറ്റ്സൽ എഴുതിയ ഒരു പുസ്തകമാണ് പൊളിറ്റിക്കൽ ജോഗ്രഫി. ഈ പൊളിറ്റിക്കൽ ജോഗ്രഫിയിലാണ് അദ്ദേഹം നേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ആണ്, ഓക്കെ, അത് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ദെൻ അദ്ദേഹം ഒരു ജോഗ്രഫിക്കൽ ഡിറ്റർമിനിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് കൂടിയാണ്. ദെൻ അടുത്തത് ആൽഫ്രഡ് ഹെറ്റ്നർ ആണ്. ടേം കോറോളജി എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ആൽഫ്രഡ് ഹെറ്റ്നർ ആണ്. ജോഗ്രഫി അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കോറോളജിക്കൽ സയൻസ് ആണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് 1927 പബ്ലിഷ് ചെയ്യപ്പെട്ട ജോഗ്രഫി, ഇറ്റ്സ് ഹിസ്റ്ററി, ക്യാരക്ടർ ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന പുസ്തകം. ദെൻ അതുപോലെ തന്നെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1907 അതിൻ്റെ ആദ്യത്തെ വോളിയവും 24 സെക്കൻഡ് വോളിയവും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ബുക്കുകളുമാണ് റീജിയണൽ ജോഗ്രഫിയുടെ ഒരു ഫൗണ്ടേഷന് പിന്നീട് കാരണമായത് എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മളൊരു ഡിറ്റർമിനിസ്റ്റിക് കോൺസെപ്റ്റിലുള്ള വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചു വന്നത്. പക്ഷേ അതിന് വ്യത്യസ്തമായി പോസിബിളിസത്തെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ആൽഫ്രഡ് ഹെറ്റ്നർ. ഓക്കെ, പോസിബിളിസം എന്ന് പറയുമ്പം നേച്ചർ കുറേ പോസിബിലിറ്റീസ് തരുന്നുണ്ട്. അതിനകത്ത് ഹ്യൂമൻസ് അവരുടെ ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് ആ പോസിബിലിറ്റീസിനെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ് പോസിബിളിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിബിളിസത്തെ ഫോളോ ചെയ്ത വ്യക്തിയാണ് ആൽഫ്രഡ് ഹെറ്റ്നർ. ദെൻ ഓട്ടോ ഷെൽട്ടർ, കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓട്ടോ ഷെൽട്ടർ ആണ്. ദെൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് സയൻസ് ആണ്. ഓക്കെ, ലാൻഡ്ഷാഫ്റ്റ് കുണ്ടെ എന്ന് പറയുന്ന ഒരു ടേമാണ് അതിനകത്ത് വരുന്നത്. ലാൻഡ്സ്കേപ്പ് സയൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓട്ടോ ഷെൽട്ടർ ആണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തെ സംബന്ധിച്ച് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നടക്കുന്നതിന് മുന്നേ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് നടക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ലാൻഡ്സ്കേപ്പിനെയാണ് അദ്ദേഹം ദ അർലാൻഡ്ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ടേം കൊടുക്കുന്നത്. ഒറിജിനൽ ലാൻഡ്സ്കേപ്പ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ആ ഒറിജിനൽ ലാൻഡ്സ്കേപ്പിനകത്ത് ഹ്യൂമൻസ് വരുന്നു, അവരുടെ ഇൻ്ററാക്ഷൻസ് കാരണം അതിനകത്ത് പല ചേഞ്ചുകളും വരുന്നുണ്ടെങ്കിൽ അതിനെ കൾച്ചറൽ ലാൻഡ്ഷാഫ്റ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പം കുറേ ടേമുകൾ ഇതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. റിച്ച്ടോഫൻ്റെ ആ 4 ടേമുകൾ, അത്തരം ജർമ്മൻ ടേമുകളൊക്കെ കൃത്യമായിട്ട് ഇപ്പം സൂസമൻ ഹംബോൾട്ടാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ജർമ്മൻ ടേമുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളത് കാണാതെ പഠിക്കേണ്ടതാണ്. ദെൻ അടുത്തൊരു വ്യക്തി ആൽബർട്ട് പെങ്കാണ്. ജിയോമോർഫോളജി എന്ന് പറയുന്ന ഒരു ടേം കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽബർട്ട് പെങ്കാണ്. അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ ജോഗ്രഫിയിലാണ് അദ്ദേഹം കുറേ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത്. പാരലൽ സ്ലോപ്പ് റിട്രീറ്റ് ഒക്കെ ആൽബർട്ട് പെങ്കിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഇത്രയും നമ്മൾ പഠിച്ചത് ജർമ്മൻ കോൺട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ പ്രീ ക്ലാസിക്കൽ പീരീഡിലുള്ള ബെർണാഡ് വരേനിയസ്, ഇമ്മാനുവൽ കാന്ത് അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ദെൻ അവരുടെ കാഴ്ചപ്പാടുകൾ. ഇപ്പം ബെർണാഡ് വരേനിയസ് 2 ഡിവിഷൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇമ്മാനുവൽ കാന്ത് എക്സെപ്ഷനലിസം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സിസ്റ്റമാറ്റിക് ജോഗ്രഫിയാണ്. ദെൻ നമ്മുടെ കാൾ റിട്ടർ ഏതാണ് റീജിയണൽ ജോഗ്രഫി ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ ഇപ്പം റാറ്റ്സലിനെ പോലെയും പെങ്കിനെ പോലെയും റിച്ച്ടോഫനെ പോലെയും ഓട്ടോ ഷെൽട്ടറിനെ പോലെയുമുള്ള പല വ്യക്തികളെയും പോസ്റ്റ് ക്ലാസിക്കൽ പീരീഡിനകത്ത് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിനകത്തെ ജർമ്മൻ ടേമുകൾ, ബുക്സ്, അതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ജോഗ്രഫിയെ വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസിപ്ലിനാക്കി മാറ്റുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്ന, വളരെ ലൈറ്റ് ആയിരുന്ന ഒരു ജോഗ്രഫിയെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഡിസിപ്ലിനാക്കി മാറ്റുന്നതിൽ ജർമ്മൻ ജോഗ്രഫേഴ്സിനുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു ക്ലാസ്സും ജർമ്മൻ ജോഗ്രഫേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് ഒരു ലോകത്തിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള
പല കോൺട്രിബ്യൂഷൻസും ജർമ്മൻ ജോഗ്രഫേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക എന്നുള്ളത് വളരെ കോമ്പറ്റേറ്റീവ് എന്നുള്ളതിലുപരി നമ്മുടെ ജോഗ്രഫിയെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന ആളുകളെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു കടപ്പാട് കൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.